ഇന്നലെ എന്റെ കൂട്ടുകാരിയുമായി വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. ഒരു വർഷത്തിന് ശേഷമാണ് വീഡിയോയിലായാലും ഞങ്ങൾ കാണുന്നത്. അവൾക്കൊപ്പം പേരക്കുട്ടിയും ഉണ്ടായിരുന്നു. ഓമനത്തമുള്ള ഒരു 2 വയസ്സുകാരി. ഇവളാണ് എന്റെ ലോകം. നേരം വെളുക്കുമ്പോ മുതൽ ഉറക്കം വരെ ഞാൻ വേണം. ഇവളോടൊപ്പമാണ് എന്റെ ഊണും ഉറക്കവും. കൂട്ടുകാരി വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ നിന്റെ ഹസ്ബൻഡോ? ഞാൻ ചോദിച്ചു. ഓ, എന്നാ പറയാന്, വയസ്സായ പിന്നെ ദുശാഠ്യങ്ങളാ. കുഞ്ഞ് രാത്രി കരയുന്നതൊന്നും പുള്ളിക്ക് പിടിക്കത്തില്ല, ഉറക്കം മുറിഞ്ഞു പോകുമെന്ന്. ഞാൻ അതുകൊണ്ട് ആ മുറി അങ്ങ് മാറി. അത് കേട്ട് ഞാൻ ചോദിച്ചു, കുഞ്ഞിന്റെ അച്ഛനും അമ്മയുമോ? കുട്ടി അവർക്കൊപ്പമല്ലേ കിടക്കുന്നത്? അവളുടെ മറുപടി രസകരമായിരുന്നു. അവര് ജോലി ചെയ്ത് തളർന്നു വരുന്നതല്ലേ, ഉറക്കം കിടണ്ടല്ലോ. ഇവൾക്കാണെങ്കിൽ ഞാൻ മതി. എനിക്ക് ആ മറുപടി കേട്ടപ്പോ സങ്കടം തോന്നി. കഷ്ടം. ആ വീട്ടിലപ്പോൾ അവഗണിക്കപ്പെട്ടത് ഗ്രഹനാഥൻ മാത്രം. നിന്റെ ഭർത്താവിന് എങ്ങനെയുണ്ട് ആരോഗ്യം? സുഖമായിരിക്കുന്നോ? ഞാൻ വിശേഷം തിരക്കി. ആളുഷാറാ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് പിന്നിലൂടെ മുറിയിലേക്ക് വന്ന അദ്ദേഹം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം എന്നോടൊരു ഹായ് പറഞ്ഞു. സുഖമാണോ ജോളി? ഭർത്താവിനെ എന്റെ അന്വേഷണം അറിയിക്കണം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. പണ്ട് ഞാൻ കണ്ട ആളെ ആയിരുന്നില്ല അത്. കഷണ്ടി തലയും ലേശം മുന്നോട്ട് കൂനിയ ശരീരവും. പണ്ട് എല്ലാവരും പാവങ്ങളുടെ പ്രേംനസീർ എന്ന് വിളിച്ച ആളാണതെന്ന് തെല്ലി വിഷമത്തോടെ ഞാൻ ഓർത്തു. ആൾ ഉഷാറാ, കുഴപ്പമൊന്നുമില്ല എന്ന കൂട്ടുകാരിയുടെ ഡയലോഗ്. അവൾ അറിഞ്ഞില്ല ഭർത്താവിന്റെ മാറ്റം. എന്നും കാണുന്നവരിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾക്ക് മനസ്സിലാവത്തില്ല. അതാണ് കാരണം. നമ്മുടെ കുട്ടികൾ വളരുന്നതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഒരാഴ്ചത്തെ ഇടവേളയിൽ എവിടെങ്കിലും പോയി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവരെ ഒന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നീ അങ്ങ് നീളം വെച്ചു, മെലിഞ്ഞുപോയി എന്നൊക്കെ അപ്പോൾ നമ്മൾ കമന്റ് പറയും. ദീർഘകാലം ഒപ്പം ജീവിക്കുന്ന ഭർത്താവിലെ മാറ്റങ്ങൾ തിരിച്ചറിയുന്ന എത്ര പേരുണ്ട് നമ്മൾക്കിടയിൽ? ഇടയ്ക്കെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ടോ? പണ്ടത്തെ ആ ചുള്ളൻ, കഷണ്ടിക്കാരനായതും കുടവയർ വെച്ചതും നടക്കുമ്പോൾ കാലിടറുന്നതും കണ്ടില്ലെന്നുണ്ടോ? ശബ്ദം ഇടയ്ക്കിടെ ഇടറുന്നതും കേൾവി കുറഞ്ഞതും ഓർമ്മ മങ്ങുന്നതുമൊക്കെ തിരിച്ചറിയുന്നില്ലെന്നുണ്ടോ? അത് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് ശ്രദ്ധിക്കാൻ? ഇണയെന്നും തുണയെന്നും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ കൂടെയാണ്. ഭക്ഷണം വെച്ചു വിളമ്പി കൊടുക്കുന്നതും തുണി നനച്ചു കൊടുക്കുന്നതും മാത്രമല്ല തുണ എന്ന് പറയുന്നത്. മധ്യവയസ്സ് പിന്നിട്ടാൽ അല്ലെങ്കിൽ കൊച്ചുമക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പനും അമ്മയും 2 മുറിയിലോട്ട് കിടപ്പ് മാറ്റും. അവർക്കൊപ്പമുള്ള വല്യപ്പച്ചനും വല്യമ്മച്ചിയും 2 മുറിയിലോട്ട് കിടപ്പ് മാറ്റും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ചോണ്ടാണ് പിന്നെ മുത്തശ്ശിമാരുടെ കിടപ്പ്. മക്കളെ അവരുടെ അച്ഛനമ്മമാർ വേണം കെട്ടിപ്പിടിക്കാൻ. ഉറങ്ങാൻ കിടക്കും വരെ ലാളിച്ചോളൂ. പക്ഷെ കിടക്കാൻ നേരം അവനവന്റെ ബെഡ്റൂമിൽ ഭർത്താവിനടുത്ത് തന്നെ കിടന്നുറങ്ങണം. വയസ്സാവുമ്പോഴാണ് മനുഷ്യർക്ക് ശരിക്കും കൂട്ടുവേണ്ടത്. ഉറക്കം അകലെയായി പോകുന്ന രാവുകൾ. അപ്പോൾ ഒന്നും മിണ്ടിപ്പറയാൻ. ചുമയ്ക്കുമ്പോൾ ഒരിറ്റു വെള്ളം വേണമെങ്കിൽ എടുത്തു കൊടുക്കാൻ. കാല് കോച്ചുമ്പോൾ ഒന്ന് തടവി കൊടുക്കാൻ. ആരുമില്ലാതെ അനാഥനെ പോലെ അങ്ങേരെ ഒരു മുറിയിൽ കിടത്തരുത്. ആർക്കും എന്നെ വലിയ കാര്യമില്ലെന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടാവും. എന്നോടൊന്നും മിണ്ടാൻ ഭാര്യയ്ക്ക് പോലും നേരമില്ല. മക്കൾ അവഗണിക്കുന്നു എന്നൊക്കെ തോന്നുക, അത് വാർദ്ധക്യകാല തോന്നലുകളാണ്. വാർദ്ധക്യത്തിന് ആക്കം കൂട്ടാൻ അത്രയുമൊക്കെ അവഗണന ധാരാളം മതി. അതുകൊണ്ട് ഒരുമിച്ചുള്ളപ്പോൾ സന്തോഷമായി സായാഹ്ന കാലം ചിലവാക്കുക. അദ്ദേഹത്തോടൊപ്പം മിണ്ടിപ്പറഞ്ഞ് രാവുകൾ ചിലവാക്കുക. കൊച്ചുകുട്ടികളെ പോലെ തമാശകൾ പറയാം. ചെറിയ യാത്രകളാവാം. നല്ലൊരു പുസ്തകം ഒരുമിച്ചിരുന്ന് വായിച്ച് സന്തോഷിക്കാം. ചെറിയ ചെറിയ പങ്കുവെക്കലുകളാവാം. അല്ലാതെ വാർദ്ധക്യകാലത്ത് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ല. ഒരു മുറിയിൽ കിടക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ പരിഹസിക്കുമെന്ന് ഒന്നും ചിന്തിക്കരുത്. നമ്മളുടെ കൂട്ടുകാരനോടൊപ്പം നമ്മളല്ലാതെ മറ്റാരാണ് നമ്മുടെ ഏകാന്ത ജീവിതങ്ങളെ നേരിടുക? മക്കളൊക്കെ ഒരു വഴിക്ക് പോയാൽ, അവർക്കൊക്കെ സ്വന്തമായ ജീവിതമായി കഴിഞ്ഞാൽ, 2 പേരും മാത്രമുള്ള സായാഹ്ന കാലത്ത്, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടെന്ന് വരികിലും ഒറ്റപ്പെട്ടു പോകുന്ന വാർദ്ധക്യകാലത്ത് മിണ്ടിപ്പറയാനും തമാശകൾ പങ്കിടാനും ഒക്കെ ഒരാൾ അടുത്തുള്ളപ്പോൾ അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. കൈമോശം വന്നതിന് ശേഷം കരഞ്ഞിട്ടോ ഓർത്ത് വിലപിച്ചിട്ടോ ഒരു കാര്യവുമില്ലെന്നേ. അതിനു മുമ്പ് ആഹ്ലാദത്തോടെ ജീവിക്കുക, ഉല്ലാസത്തോടെ ജീവിക്കുക. എല്ലാറ്റിനും ഈശ്വരന് നന്ദി പറയുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും കാണാം.